എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നെക്ക് ഡിസൈനാണ്. ഇതിപ്പോൾ കുർത്തിയിലാവട്ടെ, ഷർട്ടിലാവട്ടെ, ടോപ്പിലാവട്ടെ ഒക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്നാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നെക്ക് ഡിസൈന് ഞാനിവിടെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്ലോത്തും പിന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലോത്തും എടുത്തിട്ടുണ്ട്. സെയിം ക്ലോത്ത് തന്നെ ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ വേറെ തന്നെ ഒരു തുണിയിൽ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഞാനിവിടെ ഓൾറെഡി യോക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സ്ലീവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്തത്. എന്നാലും നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. 7 ഇഞ്ചാണ് ഷോൾഡർ, അതായത് തുണി രണ്ടാക്കി മടക്കിയിട്ടിപ്പോൾ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നു. 7.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആം ഹോൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലാണ് കാണിക്കുന്നത്, ബാക്കിൽ നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടതാണ്, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ സാധാരണ എത്രയാണോ നെക്ക് വിഡ്ത്ത് എടുക്കുക എന്ന് വെച്ചാൽ ആ നെക്ക് വിഡ്ത്ത് എടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു 3.5 ഇഞ്ച് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 3.5 ഇഞ്ച് എടുക്കുക, അല്ലെങ്കിൽ 3 ഇഞ്ച് എത്രയാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുകയെന്ന് വെച്ചാൽ അതെടുക്കുക. ഞാനിവിടെ 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. ഇറക്കം എടുക്കുന്നത് 7 ഇഞ്ചാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ 3.5 ഇഞ്ചെങ്കിലും നെക്ക് വിഡ്ത്ത് എടുക്കുന്നതായിരിക്കും കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവുക. അതായത് കുറച്ചുകൂടെ വൈഡായിട്ട് നിൽക്കുമ്പോഴായിരിക്കും കാഴ്ചയ്ക്ക് കുറച്ചുകൂടെ ഭംഗിയുണ്ടാവുക. ഇനി നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുണ്ട്, 7 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തത്. അതിന് ശേഷം ഇതേപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് ആ 2 പോയിൻറ്റും കൂടി കറക്റ്റ് നമ്മൾ ചേർത്ത് വരയ്ക്കുകയാണ്, ആംഗിളായിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് വി ഷേപ്പ് കിട്ടും. അതിനുശേഷം ബാക്കി നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൂടി വരയ്ക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന അളവ്. ഇത് നിങ്ങൾക്ക് ഞാനൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ല തുണിയിൽ വരച്ചത്. ഇനി നമുക്ക് ക്യാൻവാസിൽ ഇതേ അളവൊന്ന് വരച്ചെടുക്കാം. നമ്മൾ പേസ്റ്റിംഗ് പേപ്പർ എടുത്തിട്ടുണ്ട്. പേസ്റ്റിംഗ് പേപ്പർ എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ നിങ്ങളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഡിസൈനിന് എത്ര വിഡ്ത്ത് വേണമെന്ന് ആദ്യമേ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ എത്ര വിഡ്ത്തിൽ വേണമെന്ന്. ഞാനിവിടെ 2.5 ഇഞ്ച് വിഡ്ത്താണ് എടുക്കുന്നത് 2 സൈഡിലേക്കും. അപ്പോൾ 3.5 + 2.5 അതായത് 3.5 + 2.5 6 ഇഞ്ച് കിട്ടും. ഈ 6 ഇഞ്ച് എന്ന് പറയുന്നത് ഒരു സൈഡിലേക്കുള്ള അളവാണ്. അപ്പോൾ 2 സൈഡിലേക്കും കൂടി ആകുമ്പോൾ 12 ഇഞ്ചസ് കിട്ടും. അപ്പം നമുക്ക് കറക്റ്റ് ഈ 12 ഇഞ്ചസ് മാത്രം ക്യാൻവാസ് പേപ്പറിന് വിഡ്ത്ത് എടുത്താൽ മതി. ഇനി ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ 7 ഇഞ്ചാണ് നെക്കിന് കൊടുത്ത ലെങ്ത്ത്. അതിൻ്റെ കൂടെ നമ്മളൊരു 3 അല്ലെങ്കിൽ 3.5 ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കണം. കാരണം നമ്മൾ ആംഗിളായിട്ട് വരയ്ക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചിലപ്പോൾ ചെറിയൊരു വേരിയേഷൻ വന്നാലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 10.5 ഇഞ്ച് അല്ലെങ്കിൽ 11 ഇഞ്ച് ലെങ്ത്ത് എടുക്കുക ഈ ഒരു കേസിൽ കേട്ടോ. ഇത് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. ഞാനിത് എൻ്റെ അളവിലാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ അളവ് ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റിംഗ് പേപ്പർ വെറുതെ വേസ്റ്റ് ആവില്ല. ഇനി നമുക്ക് പേസ്റ്റിംഗ് പേപ്പർ ഇതേപോലെ 2ആക്കി മടക്കിയിടാം. 2ആക്കി മടക്കിയിട്ടിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന്, അതായത് മടക്ക് വരുന്ന ഭാഗത്തുനിന്ന് ഒരു സൈഡിലേക്ക് 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക, 7 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ വി ഷേപ്പിൽ വരയ്ക്കാം. ഇനി വരച്ച ഈ നെക്കൊന്ന് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ഇത് നിവർത്തിയിടുക. അതായത് ഇപ്പോൾ 2ആയിട്ട് മടങ്ങി കിടക്കുകയായിരുന്നു പേപ്പർ, അപ്പം നമുക്കൊന്ന് നിവർത്തിയിടാം. നിവർത്തിയിട്ടിട്ട് നിങ്ങളിപ്പോൾ 2 ഭാഗത്തായിട്ട് ഓൾറെഡി നമ്മൾ വി ഷേപ്പിൽ ഒരു നെക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ആ 2 പോയിൻറ്റും 2 സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. അതായത് വി ഷേപ്പ് നെക്ക് ഓൾറെഡി ഉണ്ട്. ആ നെക്കിൻ്റെ 2 ഭാഗവും നമ്മൾ 2 സൈഡിലേക്കും സ്കെയിൽ വെച്ചിട്ട് അതേ പോയിൻറ്റിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം വരച്ച് വെച്ചിട്ടുള്ള 2 പോയിൻറ്റ്, ആ 2 പോയിൻറ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഡിസൈനിന് നമ്മൾ 2.5 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ആ 2.5 ഇഞ്ച് 2 ഭാഗത്തും നിങ്ങൾ അടയാളപ്പെടുത്തുക. 2 ഭാഗത്തും അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കറക്റ്റ് 12 ഇഞ്ചിലാണ് നമ്മൾ മടക്കിയിട്ടത്. എന്നാലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെയും 2.5 ഇഞ്ച് കറക്റ്റ് അടയാളപ്പെടുത്തുക. മുകൾ വശത്തും ഷോൾഡറിൻ്റെ ഭാഗത്തും 2.5 ഇഞ്ച് കറക്റ്റ് അടയാളപ്പെടുത്തുക. നമ്മൾ വരച്ച ഡിസൈനിലും 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ 2 പോയിൻറ്റും സ്കെയിൽ ഇതേപോലെ വെച്ചിട്ട് നിങ്ങൾ യോജിപ്പിക്കുക. നമ്മൾ വരച്ചിട്ടുള്ള ഷേപ്പ് ഒരു W പോലെയാണ് കാണുമ്പോൾ ഉള്ളത്. ഉള്ളിലുള്ള നെക്ക് വി ഷേപ്പാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് നമ്മൾ വരച്ച അതേ അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ 2 പീസായിട്ടാണ് വരിക. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് തുണിയിലാണോ ഈ നെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ തുണീൻ്റെ ചീത്ത വശത്ത് നിങ്ങൾ ഇതേ ഷേപ്പിൽ വയ്ക്കാം.
അതായത് 4 സൈഡിലും അത്യാവശ്യം സ്പേസ് ഉണ്ടാവണം. 2 പീസിനും 4 സൈഡിലും സ്പേസ് വിട്ടിട്ട്, അതായത് ഒരു 1/2 ഇഞ്ചെങ്കിലും തുണി വിട്ടതിന് ശേഷം 2 പീസും നിങ്ങളൊന്ന് അയൺ ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് തുണി അവിടെ വെച്ചതിന് ശേഷം ബാക്കി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേ തുണി തന്നെ വേണം. അതായത് 2 വശം, അതായത് ഇതിങ്ങനെ പൊങ്ങി കിടക്കും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കാഴ്ചയിൽ താഴ്വശത്തും ഇതേ സെയിം തുണി തന്നെ കൊടുക്കണം, അപ്പോഴേ കാഴ്ചക്ക് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ സെയിം തുണി തന്നെ വേണം. അപ്പോൾ അതിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ അയൺ ചെയ്ത പീസ് വെച്ചിട്ട് 3 വശം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നെക്ക് നമ്മൾ ടോപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട, അല്ലാത്ത 3 ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ആദ്യം ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ അവിടെ എത്തുമ്പോൾ, ആ പോയിൻ്റ് എത്തുമ്പോൾ ഫൂട്ടർ ഒന്ന് പൊക്കി കൊടുത്തിട്ട് നമ്മൾ തുണി ഒന്ന് ചെരിച്ചിട്ട് പിന്നെ ഫൂട്ടർ താത്തി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മൾ ഇതേപോലെ 2 പീസിൻ്റെയും 3 സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 3 സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബാക്കി തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. അതായത് സൈഡിൽ 3 സൈഡിൽ ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ തുണി വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത 3 വശത്ത് നമ്മൾ 1/4 ഇഞ്ചിലോ അല്ലെങ്കിൽ 1/2 ഇഞ്ചിലോ ഉള്ള തുണിയിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. ഈ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്ത സ്റ്റിച്ചിൻ്റെ പുറത്തേക്ക് വരരുത്, അതായത് ക്യാൻവാസ് പേപ്പറിൻ്റെ ഉള്ളിലേക്ക് കട്ട് വരരുത്. അല്ലാതെ തുണിയിൽ മാത്രം ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മറിച്ചെടുക്കുക. മറിച്ചെടുക്കുമ്പോൾ ആ പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് നിങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട്, എന്തെങ്കിലും പോയിൻറ്റഡ് ആയിട്ടുള്ള പെന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ കുത്തി കൊടുത്താൽ നിങ്ങൾക്ക് ആ ഷേപ്പ് കറക്റ്റ് കിട്ടും. അങ്ങനെ കുത്തി കുത്തി കൊടുക്കുമ്പോൾ ഭയങ്കര സ്പീഡിലൊന്നും ചെയ്യരുത്, കാരണം അത് കീറിപ്പോവും. മെല്ലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ നെക്ക് ചെയ്യുന്ന ഭാഗത്ത് ഇപ്പോൾ തുണി എക്സ്ട്രാ ഉണ്ടല്ലോ, അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ തുണി ഉള്ളോട്ടേക്ക് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തുണി ഉള്ളോട്ട് പിടിച്ചിട്ട് കറക്റ്റ് നമ്മൾ ആ നെക്കിൻ്റെ ഷേപ്പിൻ്റെ മുകളിലായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ 2 പീസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസ് എടുക്കാം. നമ്മൾ നേരത്തെ നെക്കും ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് വെച്ച ഈ പീസ് കറക്റ്റ് ഇതേപോലെ മടക്കിയിടുക. മടക്കിയിട്ടിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഡാപ്പ് ചെയ്ത് കൊടുക്കുക. ഡാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സൈഡിൽ വരച്ച അതേ അളവ് നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡിലും കിട്ടും. ഇനി നമ്മളിപ്പം വരച്ച 2 ഭാഗത്തും നമുക്ക് ഓൾറെഡി വി ഷേപ്പ് കിട്ടി. അതിൻ്റെ കറക്റ്റ്, അതായത് ആ ഷേപ്പിൻ്റെ അതേ ലെവലിൽ നിങ്ങൾ ഇതേപോലെ നമ്മൾ ഇപ്പം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസ് കറക്റ്റ് ഇതേപോലെ വെക്കുക. വെക്കുമ്പോൾ രണ്ടും തമ്മിൽ ചെറുതായിട്ടൊന്ന് ജോയിൻ ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ചെറിയ രീതിയിൽ രണ്ടും കൂടി ടച്ച് ആവുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ നെക്ക്, അതായത് വി ഷേപ്പ് ഒന്ന് കട്ട് ചെയ്യാം. വി ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിൻ കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഒരു 1/4 ഇഞ്ചിൽ ഒരു തറ്റം മുതൽക്ക് അടുത്ത തറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നിങ്ങൾ ലൈനിങ് കൊടുക്കുന്ന ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് അടിച്ചിട്ട് മറിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ലൈനിങ് അല്ല, നമ്മൾ ഇതേപോലെ ഒരു പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് നെക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യില്ല, അപ്പോൾ അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടി ഇതേപോലെ നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. ആ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മൾ തുണീൻ്റെ നല്ല വശം, അതായത് നമ്മളിപ്പം ഡിസൈൻ ചെയ്ത ആ ഡിസൈൻ ഉൾപ്പെടെയുള്ള തുണീൻ്റെ നല്ല വശം ഇതേപോലെ വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക. 2 സൈഡിലും സെൻറ്ററിലും പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തി കൊടുത്തതിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ച് അവിടെ കാണാനുണ്ട്. നമ്മൾ ഓൾറെഡി 1/4 ഇഞ്ചിലൊരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡിസൈൻ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്റ്റിച്ച് അവിടെ കാണാൻ പറ്റും. ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റിച്ച് കാണും. അപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ ആദ്യം തുടങ്ങുക. എന്നിട്ട് സെൻറ്ററിലെത്തുമ്പോൾ അതായത് ഫൂട്ടർ പൊക്കിയിട്ട് സൂചി താഴ്ത്തിയിട്ട് നിങ്ങളൊന്ന് തുണി ചരിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഫൂട്ടർ താഴ്ത്തിയതിന് ശേഷം മറ്റേ തട്ടം വരെ സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് അറിയാൻ മതിയാവും. അതുപോലെ അല്ലെങ്കിൽ നിങ്ങളെ സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ നിങ്ങൾ മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുണി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തുണിയിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യുക. ഒരു 1/4 ഇഞ്ചിൽ തുണി വിട്ടിട്ട് ബാക്കി നമ്മൾ നെക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് നമുക്ക് ഇപ്പം നമ്മൾ കൊടുത്ത ആ തുണി ഒന്ന് പതിച്ചടിച്ചിട്ട് മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ നെക്ക്, അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ തുണി ഒരു പൈപ്പിംഗ് പോലെ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി അതല്ല, അതൊരു പൈപ്പിംഗ് പോലെയൊന്നും കാണണ്ട, നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ മാത്രം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ പതിച്ചും കൂടി അടിക്കുക.
ഇങ്ങനെയാണ് നെക്ക് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു പീസ് തുണി ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ തുണി ബാക്കി എക്സ്ട്രാ ഉള്ള തുണികളൊക്കെ, അതായത് കുറച്ച് തുണി അവിടെ വെച്ചതിന് ശേഷം ബാക്കിയൊക്കെ നിങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം ആ ബാക്കി തുണി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ രണ്ടാക്കി മടക്കുക. ആദ്യം ഒരു മടക്കുക, പിന്നെ ഒരു മടക്കിയിട്ട് സാധാരണ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഹെമ്മിങ് ചെയ്യാം. അപ്പോൾ ഇത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നെക്ക് ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.